കോൺഗ്രസ് നയിക്കുന്ന മുന്നണികളും വലിയൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് വരികയായി. ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒന്ന്. നിലമ്പൂരിൽ ഉണ്ടായ വൻ വിജയം UDF-ൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തു. അണികളിലൊക്കെ തന്നെ വലിയൊരു ആവേശം, ഊർജവും പകർന്നു നൽകാനായിട്ട് സാധിച്ചു. യുവനിരയുടെ ഒരു സാന്നിധ്യവും കോൺഗ്രസിനെ മുൻകാലങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റുകയും ചെയ്തു. അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഒരു അതിശക്തമായ പിണറായിസത്തിന് എതിരായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിധിയെഴുത്തായിരിക്കും 2026 ഉണ്ടാകാൻ പോകുന്നത് എന്ന് പലരും ധരിച്ചു. അതുപോലെ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി UDF-ന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടത്. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലും കണ്ടത്. ഇപ്പോൾ ചേലക്കരയിലെ വിജയം LDF-നായിരുന്നുവെങ്കിലും അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും സാധിച്ചു. അത് BJPക്കും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ്, കോൺഗ്രസിനും അക്കാര്യത്തിൽ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് കോൺഗ്രസിൻ്റെ തലയിലേക്ക് ഇടുത്തി വീണത്. ആ ഇടുത്തിയിൽ ഒരു യുവനിരയിൽ നിന്നുള്ള ഒരു വ്യക്തിയിലൂടെയാണത് സംഭവിക്കുന്നതെങ്കിലും UDF-നകത്തെ കോൺഗ്രസിനകത്ത് വൻ മരങ്ങൾ പോലും ആ ഇടുത്തിയിൽ കരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് തരത്തിൽ അവർ ചിത്രത്തെ മാറ്റിയെടുക്കും? യഥാർത്ഥത്തിൽ വേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവി മാത്രമല്ല രാജിവെക്കേണ്ടത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് പാലക്കാട് തന്നെ രാജിവെപ്പിക്കുകയാണ്, MLA സ്ഥാനം രാജിവെപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ക്ലീൻ ചിറ്റ് കിട്ടിയേനെ. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളോടുകൂടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ചുമക്കുകയാണ്. ഇനി ഏതായാലും പാലക്കാട്ടേക്ക് ഒരുപക്ഷെ കാലുകുത്താൻ അനുവദിക്കത്തില്ല. പാലക്കാട് നിന്ന് കോൺഗ്രസ് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യും. അവിടെ ഷാഫി പറമ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി വെച്ചു. ശ്രീധരനെ പോലും പരാജയപ്പെടുത്തി. ഏതാണ്ട് BJP വിജയത്തോടെ അടുത്തെത്തിയ മണ്ഡലമാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് വടകരയിലേക്ക് നിന്നപ്പോൾ ഇവിടം ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് കൊണ്ടുവരികയും മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് കോൺഗ്രസ് ഓരോ സീറ്റും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് 2 പേര് മുരളീധരനെയും അടൂർ പ്രകാശിനെയും പാർലമെന്റിലേക്ക് വിട്ടത് കാരണം നിയമസഭയിലെ 2 സീറ്റ്. ഇപ്പോൾ ഇവിടെ സ്വഭാവ വൈകൃതത്തിൽ 1 സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നു. ഇത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള മുന്നണികളിൽ ഒരു അതൃപ്തി പരത്തിയിരിക്കുകയാണ്. ഇവരേറെ പ്രതീക്ഷയോടുകൂടി, കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ, അതായത് കോൺഗ്രസിനെതിരായി നിൽക്കുന്നവരൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. CPM നയിക്കുന്ന LDF-ഉം BJP-യും ഈ വിഷയത്തിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവർ 2 പേരും അനുകൂല ഘടകമാക്കി മാറ്റുകയും വോട്ട് നേടുകയും ചെയ്യുമെന്നുള്ളതാണ്. കോൺഗ്രസിന് കേരളത്തിൽ ഒരു വലിയ തകർച്ച സംഭവിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണവുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയം അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ അതിശക്തമായിട്ട് കത്തിക്കയറുകയും ചെയ്തു. ഇത് കോൺഗ്രസിനെ ഇനി തിരുത്തി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ VD സതീശൻ അതിശക്തമായിട്ടുള്ള ഒരു യുവനിരയെ തന്നെ ഇങ്ങോട്ടേക്ക് ഉയർത്തിക്കാട്ടി. അങ്ങനെ ഉയർത്തിക്കാട്ടിയപ്പോൾ ആ യുവനിരയോട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള VD സതീശൻ അത്തരത്തിൽ ഉയർത്തിക്കാട്ടുന്ന സതീശനോട് തന്നെ കോൺഗ്രസിലെ മുതിർന്നവർക്ക്, കടൽ കിഴവന്മാർക്ക്
അടക്കം പലർക്കും അരിശം അമർഷവും ഒക്കെ ഉണ്ടായി. അത് ഇപ്പോൾ ഈ തരത്തിൽ ആരോ കുത്തിപ്പൊക്കി ഉണർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ് ഈ വിഷയമെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടച്ചു. അതിനോടൊപ്പം തന്നെ വി.ഡി. സതീശനെയും വീഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വലിയ മുന്നേറ്റം കുറിക്കുന്നുണ്ട്. പി.വി. അൻവറിന് UDF-ലേക്ക് എടുക്കാതെ മുറ്റത്ത് നിർത്തി ഏറെ നാള്. UDF-ലെ അതുപോലെ തന്നെ വി.ഡി. സതീശന്റെ നിലപാടിനെ പലരും ന്യായീകരിക്കുകയും ചെയ്തു. അത് പിന്നീട് വി.ഡി. സതീശന്റെ വിജയമായിട്ട് തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ലീഗ് അതിനകത്ത് വലിയ പങ്ക് വഹിച്ചുവെങ്കിലും കോൺഗ്രസിലെ വി.ഡി. സതീശനും ആ വിജയത്തിന് പിന്നിൽ പ്രധാനിയായി തീർന്നു. അതെല്ലാം തന്നെ വി.ഡി. സതീശന് കൂടുതൽ ശത്രുക്കളെ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് ഇവർക്ക് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മുമ്പോട്ട്, അതായത് ഇത്തരത്തിലുള്ള ഈ സ്വഭാവ വൈകൃതങ്ങൾ കാരണം ഇത് പാലക്കാട് മാത്രമല്ല ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. 26 ഉണ്ടാക്കി വെച്ചിട്ടുള്ള തരംഗം 100 സീറ്റ് 98 സീറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതിനോടൊപ്പം തന്നെ BJP ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് നില താഴേക്ക് വരികയാണ്. BJP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മുന്നേറ്റം തുടങ്ങി വെക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുന്നതിലാണ്. വോട്ട് വിഹിത വർധനവൊക്കെ മാറിക്കഴിഞ്ഞു അവർക്ക്. അതൊക്കെ ഒരു പഴയ രീതിയാണ്. ഇനി അതല്ല ലക്ഷ്യമെന്ന് അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം കുറിക്കുന്ന സാഹചര്യത്തിലാണ് UDF മുന്നണിക്ക് ഇത്തരത്തിലുള്ള ഒരു തകർച്ച സംഭവിക്കുന്നത്. അപ്പോൾ ആ വോട്ട് പോലും BJP-യിലേക്ക് മാറും. കാരണം അതിശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ വികാരം കേരളത്തിലുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് BJP ഈ അവസരത്തിൽ മുതലെടുക്കും. BJP-യിലേക്ക് ആ വോട്ട് പോകും. കാരണം LDF-ന് ഈ സാഹചര്യത്തിൽ വീണ്ടും LDF ജയിച്ചു വരാം. പക്ഷേ ഈ BJP ഭരിക്കത്തക്ക രീതിയിലേക്ക് എത്തത്തില്ല 2026-ൽ. പക്ഷെ ഇവിടുന്ന് UDF-ന്റെ വോട്ട് കവർച്ച ഉണ്ടാകും. അത് BJP-യിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഏത് വിധേനയും പിണറായി സത്തെ തകർക്കണം, പിണറായി വിജയനെ പരാജയപ്പെടുത്തണം, CPM-നെ പരാജയപ്പെടുത്തണം എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്. അവരിത്തരത്തില് അത് മാറാൻ പോകുന്നത്, ആ വോട്ട് മാറാൻ പോകുന്നത് BJP-ക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ്. BJP ഇവിടെ ഒരു വലിയ അവർക്ക് കൂടുതൽ ഒന്നുകൂടെ ആവേശം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഒരു മുന്നണിയുടെ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്.